മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണമില്ല. മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. CMRL കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയതിന് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. നിയമപരമായ തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. വിധി പരിശോധിച്ച ശേഷം അപ്പീൽ പോകുമെന്ന് അത് പരിശോധിക്കുമെന്നും MLA പറഞ്ഞു. നിയമപരമായൊരു സെറ്റ് ബാക്കാണോ സെറ്റ് ബാക്കാണ്, ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ചൊരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. ലാവ്ലിൻ പോലെ കെട്ടിച്ചമച്ച ആരോപണമെന്ന് തെളിഞ്ഞതായി CPIM നേതാവ് AK ബാലൻ 24നോട് പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞതാണ് ഉള്ളി ഒളിച്ചതുപോലെയായിരിക്കുമെന്ന്. ഈ മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തണം. കമ്പനിക്ക് കേസുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായിട്ട് വന്നിട്ടുണ്ടോ? ഇത് ലാബിനെ പോലെ എല്ലാ ദിവസവും ഒരു കോടതി കൊടുക്കുക, ആ കോടതി കളിയാ വേറൊരു കോടതി കൊടുക്കുക, എന്നിട്ട് കോടതിയെ മോക്കറിയാക്കുക. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, 5ഓളം തെളിവുകൾ അടക്കമായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. എന്നാൽ കോടതി അത് തള്ളുകയുണ്ടായി. നിയമപരമായ ഒരു തിരിച്ചടി മാത്രമായി ഇതിനെ കാണുന്നു. ഇതുമായി മുന്നോട്ട് പോകുമെന്ന് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ ഇത് ഉള്ളി പൊളിച്ചതുപോലെയുള്ള ഒരു സംഭവം മാത്രമാണ്, ഒന്നുമില്ല എന്നാണല്ലോ CPIM നേതൃത്വത്തിന്റെ പ്രതികരണം. CMRL എക്സാലോജിക് ഇടപാട് അത് മാത്യു കുഴൽനാടൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക് കമ്പനിക്ക് CMRL പണം നൽകിയത് കരിമണൽ ഖനനാനുമതിയുടെ പ്രത്യുപകാരം എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഹർജി. തെളിവെന്ന് അവകാശപ്പെട്ട 5ലധികം രേഖകളും മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിൻ്റെ ഹർജി തള്ളിയത്. ഇതോടെ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KMRL കമ്പനിക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഖനനാനുമതി നിഷേധിച്ചിട്ടും മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് കമ്പനിക്ക് അനുകൂല എടുത്തു എന്നായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിനായി യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളും ഹാജരാക്കിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസ് കോടതിയിൽ ഉന്നയിച്ച മറുവാദം. ഹാജരാക്കിയ തെളിവുകളിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിന് എന്ത് തെളിവാണുള്ളതെന്ന ഒരു ഘട്ടത്തിൽ കോടതി തന്നെ ചോദിച്ചു. മാത്രമല്ല, ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ എങ്ങനെ വരും എന്നടക്കമുള്ള ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ പല ചോദ്യങ്ങളും പല വാദപ്രതിവാദങ്ങളും നടന്നതിന് ശേഷമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. രാഷ്ട്രീയമായി CPIMനെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയുള്ള പ്രതികരണവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ക്രിസ്റ്റീന. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.